ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട യാഥാർത്ഥ്യത്തെ ഏവരെയും ബോധിപ്പിക്കാനാണ് ഈ വീഡിയോ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മഹത്തായ വാക്കുകൾ കേട്ട് വളർന്നവരാണ് നമ്മളേവരും. അതിൽ ജവാൻ സൈഡ് ഓക്കെയാണ്. പക്ഷേ ജവാന് ഊർജം പകരുന്ന കിസാനോ അന്യാധീനമായി പോയിക്കൊണ്ടിരിക്കുന്നു. കൃഷി എന്നത് ഗൂഗിളിൽ തപ്പിയാൽ ഡിജിറ്റൽ ഫോട്ടോകളായി മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ജവാൻ വെൽഫെയറും ശമ്പള പരിഷ്കരണവും ശമ്പള കമ്മീഷനുമൊക്കെ നൽകുന്ന സർക്കാർ മറന്നുപോയ ഒരു വിഭാഗമാണ് അന്നമൂട്ടിക്കുന്ന കർഷകൻ. അവന് ശമ്പള പരിഷ്കരണവുമില്ല, വെൽഫെയറുമില്ല, റിക്രൂട്ട്മെൻറ്റുമില്ല. എല്ലാം ബഡ്ജറ്റിലും പേപ്പറിലും മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഏത് ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഉച്ചയ്ക്ക് 1 മണിക്ക് വാരിയടിക്കുന്ന അന്നത്തിനു പിന്നിൽ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം കർഷകരുടെ വിയർപ്പിൻ്റെ വിലയുണ്ട്. അത് മൃഷ്ടാന്നം കഴിച്ചിട്ട് തൻ്റെ മുന്നിൽ വരുന്ന കർഷകനെ റൂളും റെഗുലേഷനും പറഞ്ഞ് മടക്കി അയക്കുന്ന കസേരക്കൂട്ടങ്ങളെ മറക്കണ്ട. ആമാശയം വിശപ്പിൻ്റെ വെല്ലുവിളിയാണ്. കർഷകരോടുള്ള ധാർഷ്ട്യ മനോഭാവം അവനെയും അവൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് പിന്തിരിയിപ്പിച്ചു. ടിഎയും ഡിഎയും ഹൗസ് അലവൻസും ബേസിക് പേയും ഗ്രേഡ് പേയും അടക്കം നിങ്ങൾ വാങ്ങുന്ന പണം അടുപ്പിലിട്ട് വേവിച്ചാൽ ചോറാകില്ല. അതിന് ചേറ് കുടിക്കുന്ന കർഷകൻ തന്നെ വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് മണ്ണിൽ അധ്വാനിക്കുവാൻ നിയോഗിക്കപ്പെട്ട കർഷകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ പോളിസി പുസ്തകം തുറന്നുവെച്ച് ആട്ടിപ്പായിക്കുന്നവർ ഓർക്കുക. വരും തലമുറയെ നിങ്ങൾ അരിയാഹാരത്തിൽ നിന്ന് ബ്രെഡിൻ്റെയും ബർഗറിൻ്റെയും കാലഘട്ടത്തിലേക്ക് തള്ളിവിടുകയാണ്. ഒരു കാലത്ത് തെങ്ങുകൊണ്ട് നിബിഡമായ കേരളത്തിൽ ചരക്കു കപ്പൽ വന്നില്ല എങ്കിൽ തേങ്ങയരച്ച് കറിയുണ്ടാക്കാൻ പറ്റാത്ത നാടായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം. വിഷം നിറച്ച അന്യ സംസ്ഥാന പച്ചക്കറികളും മാംസവും തിന്ന് ജീവിക്കാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്ന മലയാളികൾ. മുറ്റത്ത് ഒരു മുളക് തട്ട് പരിപാലിക്കാൻ തയ്യാറാകാത്ത വീട്ടമ്മമാർ. ഇതാണ് വിധി. ഇത്രയും പറയാൻ ഒരു കാരണം എനിക്കുമുണ്ടായി. ഞാനും ഒരു കർഷകനാണ്. കുറച്ച് പശുക്കൾ ഞാൻ വളർത്തുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്താൻ ഒരു ഫാം രൂപകൽപ്പന ചെയ്ത് അതിലേക്ക് അടുത്തുള്ള SBI ബാങ്കിനെ ഞാൻ സമീപിച്ചു. മുദ്രാ ലോൺ നിങ്ങൾക്ക് തരാം എന്ന് ബാങ്ക് മാനേജർ സമ്മതിക്കുകയും ചെയ്തു. അനുബന്ധ ഡോക്യുമെൻറ്റുകൾ നിർദ്ദേശപ്രകാരം ഞാൻ സബ്മിറ്റും ചെയ്തു. എന്നോട് പശു വാങ്ങിക്കൊള്ളാനും പറഞ്ഞു. മാനേജരെ ഞാനും മനസ്സിൽ വാഴ്ത്തിക്കൊണ്ട് 4 പശുക്കൾക്ക് അഡ്വാൻസും കൊടുത്തു. മാസം 5ആയി. ഞാൻ അഡ്വാൻസ് കൊടുത്ത പശുക്കൾ അവരുടെ ഉടമസ്ഥരുടെ വീട്ടിൽ നിന്ന് നന്നായി പാൽ ചുരത്തുന്നു. ബാങ്കിൻ്റെ പണം കിട്ടിയിട്ട് അതിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാൽ കറക്കാമെന്ന സ്വപ്നമായി തന്നെ തുടരുന്നു. എന്നും ബാങ്ക് മാനേജറുടെ ദർശനത്തിന് പോയാൽ മാനേജർ പറയും, സാറിൻ്റെ ഡോക്യുമെൻ്റ് മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം. മറുദിവസം മാഡം ലീവിലാണ്, മാഡം കോഴ്സിലാണ്, മാഡം പ്രസവ അവധിയാണ്. കേട്ടുമടുത്ത ഞാൻ നമ്മുടെ സംവിധാനത്തെ പഴിച്ച് തിരിച്ചു പോന്നു. ഇത് എൻ്റെ അവസ്ഥ. ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടുന്നതുവരെയുള്ള ജോലിയേയുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിയില്ല. ബിരുദമെടുത്ത അവനെ അല്ലെങ്കിൽ അവളെ നേരെ പിടിച്ച് SBI പോലുള്ള മാനേജർ പദവികളിലേക്ക് ഇരുത്തുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ന്യൂ ജനറേഷൻ എന്ന ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരല്ലേ. പിസയും ബർഗറും ബ്രെഡും കഴിച്ച് ശിഷ്ടകാലം നമുക്കും ജീവിക്കാം. കൃഷിക്കാരനെ ഇനിയും തളർത്തു. ഇത് വെറും ഒരു പശു ലോണിന് പോയ എൻ്റെ അവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റുള്ളവരും അനുഭവിക്കുന്നത്. ഒരുപാട് കർഷക ആനുകൂല്യങ്ങൾ നമ്മുടെ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ഉദ്യോഗസ്ഥ കൂട്ടം അത് ആരുടെയും കൈകളിൽ എത്താൻ അനുവദിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം.